എൻ യേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ. നിൻ മാർവിലല്ലാതില്ലെനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ. എൻ രക്ഷകൻ ദൈവമേ, നീ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും. എൻ ചാരമേ, എൻ ചാരമേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയാം. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ യേശു മാത്രം, എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ ആശ്രയം, എൻ ആശ്രയം, എൻ ആശ്രയം എൻ യേശു രക്ഷക. എൻ ആശ്രയം, എൻ ആശ്രയം എൻ യേശു രക്ഷക. നീ ജീവിക്കുന്ന
ആശ്രയം എൻ യേശു രക്ഷക എൻ ആശ്രയം എൻ ആശ്രയം എൻ യേശു രക്ഷക നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നിന്നിൽ. നീ ജീവിക്കുന്നതാ നീ ജീവിക്കുന്നതാലേ ഞാൻ ജീവിക്കും നിന്നിൽ. നിൻ സ്നേഹമാ കോടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. എൻ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാരും. എൻ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാരും. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. യേശു മാത്രം യേശു മാത്രം മതി എനിക്കേതു നേരത്തും. യേശു മാത്രം മതി യേശു എത്ര നല്ലവൻ. യേശു എത്ര നല്ലവൻ. അത് രുചിച്ചറിഞ്ഞവർ ചേർന്ന് പാടിയട്ടെ. യേശു എത്ര നല്ലവൻ. നീ എനിക്കെത്ര നല്ലവൻ. യേശു എത്ര നല്ലവൻ. യേശു എത്ര നല്ലവൻ. യേശു എത്ര നല്ലവൻ. നീ എനിക്കെത്ര നല്ലവൻ. എൻ പാപം മോചിച്ചു. എൻ പാപം മോചിച്ചു. എൻ പാപം മോചിച്ചു. എൻ പാപം മോചിച്ചു. നീ എനിക്കെത്ര നല്ലവൻ. എൻ പാപം
കൂടെ പാടിയട്ടെ. യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, നീ എനിക്കെത്ര നല്ലവൻ. ആ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ അവരുടെ മഹത്വം അവരുടെ സ്തുതി ഒന്ന് ഉയരട്ടെ. അവരുടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എല്ലാം ഒന്ന് കൊടുത്തേ. കാര്യം ഈ വർഷം മുഴുവനും നാം രുചിച്ചറിഞ്ഞതാ കർത്താവ് നല്ലവനെന്ന്. രുചിച്ചറിഞ്ഞവരവിടെ നിൽക്കുന്ന, രുചിച്ചറിഞ്ഞവർ മാത്രം ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഓ നന്ദി പിതാവേ, നന്ദി. ഞങ്ങൾ അങ്ങയുടെ മഹത്വം രുചിച്ചറിഞ്ഞവരാ, അങ്ങയുടെ സ്നേഹം രുചിച്ചറിഞ്ഞവരാ, അങ്ങയുടെ കരുണ രുചിച്ചറിഞ്ഞവരാ, അങ്ങയുടെ വിശ്വസ്തത രുചിച്ചറിഞ്ഞവരാ. ഓ നന്ദി അപ്പാ. അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ. ഞങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് പറയാനും പാടാനും ഒറ്റൊരു കാര്യമുള്ളൂ, അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ. അങ്ങ് ഞങ്ങൾക്ക് തിന്മയ്ക്കായി ഒന്നും കർത്താവെ അങ്ങ് ചെയ്തിട്ടില്ല. അതെല്ലാം അങ്ങ് നന്മയാക്കി മാറ്റി. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നോ അതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നന്മയാക്കി മാറ്റി. അങ്ങ് ഇന്നലെയും ഇന്നും എന്നും അനന്യനായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദി കർത്താവെ, നന്ദി കർത്താവെ. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ ഞങ്ങളെ പിന്തുടരുന്നതിനായി നന്ദി കർത്താവെ. ഞങ്ങൾ എവിടെ പോയാലും അങ്ങയുടെ കരുണ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ എവിടെ പോയാലും അത് കാണാറുണ്ട് കർത്താവെ. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ പിന്തുടരുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങളുടെ പ്രവൃത്തികളല്ല, ഞങ്ങളുടെ വിശ്വസ്തതയല്ല, ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നുമല്ല, പക്ഷെ ഞങ്ങൾ എവിടെ പോയാലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ കാണാറുണ്ട് കർത്താവെ. ഈ വർഷം മുഴുവൻ അങ്ങ് അത് ഞങ്ങൾക്കത് കാണിച്ചു. നന്ദി കർത്താവേ, നന്ദി. കരുണാ ബलाई तेरी सदा रहेगी मुझ पर, तेरी विश्वास योग्यता देखूंगा मैं उम्र पर. करुणा बलाई, करुणा बलाई तेरी सदा रहेगी मुझ पर, तेरी विश्वास योग्यता देखूंगा मैं उम्र पर. मैं हाथ उड़ाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा. मैं हाथ उड़ाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा. यीशु मसीह भरोसा मेरा, तू ही सहारा है मेरा. मुश्किल समय में तू ही दिलासा, साथ रहेगा तू सदा. यीशु मसीह भरोसा मेरा, तू ही सहारा में. मुश्किल समय में तू ही दिलासा, साथ रहेगा तू सदा. करुणा बलाई, करुणा बलाई
चली नाम लेकर पुकारा मुझे, महिमा से मुझको भर दिया। करुणा बलाई तेरी सदा रहेगी मुझ पर, तेरी विश्वास योग्यता देखूंगा मैं उम्र पर। करुणा बलाई तेरी सदा रहेगी मुझ पर, तेरी विश्वास योग्यता देखूंगा मैं उम्र पर। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। हाथ उठाकर, मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। आदर और महिमा, आदर और महिमा हो तेरी, तू ही हमारा खुदा। पूरी हो तेरी ही मर्जी, तेरा ही राज हो यहाँ। आदर और महिमा, आदर और महिमा हो तेरी, तू ही हमारा खुदा। पूरी हो तेरी ही मर्जी, तेरा ही राज हो यहाँ। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ, നീയല്ലോ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ
നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നമുക്ക് ഏറ്റവും വലിയ സമ്പത്താണ് ലഭിച്ചത്. ഈ ഭൂമിയിൽ ലഭിക്കുന്നതിലും സ്വർഗത്തിൽ ലഭിക്കുന്നതിലും എല്ലാറ്റിനേക്കാൾ ഉപരിയായി ലഭിച്ച ഏറ്റവും വലിയ അതിമഹത്തായ പ്രതിഫലമാണ് യേശു. ആ യേശുവിനെ പോലെ ആകുവാൻ നമ്മെ തന്നെ ഈ വർഷാവസാനത്തിൽ ഒന്നുകൂടെ നമ്മെ ഏൽപ്പിക്കാം. നമ്മളെ കാണുന്നവർ പറയണം, നിങ്ങൾ യേശുവിനെ പോലെ ഇരിക്കുന്നു. നമ്മുടെ നോട്ടത്തിൽ ജനങ്ങൾ യേശുവിനെ കാണണം. നമ്മുടെ സ്പർശനത്തിൽ ജനങ്ങൾ യേശുവിനെ അനുഭവിക്കണം. നമ്മുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കേണ്ടത് യേശുവായി മാറട്ടെ. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് പറയുന്ന അന്നുള്ള ജനങ്ങൾ അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു. കാര്യം അവർ ജീവിച്ചത് യേശുവിനെ പോലെ, അവർ നടന്നത്, അവർ സംസാരിച്ചത്, അവരെല്ലാം ചെയ്തത് യേശുവിനെ പോലെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് നാട്ടുകാർ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. അതുപോലെ നമ്മിലൂടെ യേശു ഒന്ന് പ്രതിഫലിക്കപ്പെടട്ടെ. ഒന്ന് കൊതിച്ച് ഷാഥാറാവാൻ അടുത്ത വർഷം നമ്മുടെ ഗോൾ അതായിരിക്കട്ടെ, യേശുവിനെ പോലെ ആകുവാൻ. യേശു ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ, യേശു ഇന്നായിരിക്കുന്നത് പോലെ ആയിരിക്കാൻ. അതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു. യേശുവെ പോലെ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ഉറപ്പിക്കെന്നെ, ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ,
നിത്യം ചേരും. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യേശു ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കും. പേർ ചൊല്ലി വിളിക്കുന്നവൻ, ആടുകളുടെ പേരറിയുന്നവൻ, ആടുകളുടെ അവസ്ഥ അറിയുന്നവൻ. എന്ത് അവസ്ഥയിലായിക്കോട്ടെ, ഏത് നിരാശയിലായാലും, ഏത് കണ്ണുനീർ താഴ്വരയിലായാലും കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിടെ വന്നിട്ടുണ്ട്. ഹൃദയങ്ങളെ പണിയുന്നവൻ ഇവിടെ ഉണ്ട്. ആ യേശുവിൻ്റെ വിളിയിലൊന്ന് പ്രതികരിച്ചാൽ മാത്രം മതി. എത്ര പാപമാണെങ്കിലും, എത്ര കടുംചുമപ്പായ പാപം പോലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എത്ര നാണക്കേടുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുവരെ പരിഹരിക്കാൻ ഒരുവനും മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ കരുണ മാത്രമേ ഉള്ളൂ. മനുഷ്യർ വിധിക്കുന്നത് പോലെ യേശു വിധിക്കത്തില്ല. യേശുവിന് ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് മാറ്റാൻ കഴിയും. ആ യേശുവിൻ്റെ വിളിയിൽ ഒന്ന് ഓടി വന്നാൽ മതി. യേശു എവിടെയെല്ലാം വിളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതം നടന്നിട്ടുണ്ട്. യേശു ബർത്തിമായോട് വരിക എന്ന് പറഞ്ഞു, അവിടെ അത്ഭുതം നടന്നു. യേശു മറിയോട് വരിക എന്ന് പറഞ്ഞു, അവിടെ ലാസർ ഉയർക്കുവാൻ കാരണമായി. യേശു പത്രോസിനെ വിളിച്ചു, പത്രോസിന് കടലിലെ മീതെ കൂടെ നടക്കാൻ കഴിഞ്ഞു. അതുപോലെ യേശുവിൻ്റെ ആ വിളിയിൽ, കൈനീട്ടി ആ സ്നേഹത്തോടെ വിളിയിൽ ആര് പ്രതികരിക്കുന്നു, അവരുടെ ദുഃഖങ്ങൾ ഇന്ന് മുഴുവനായി മാറുന്ന ദിവസം. അതിന് എത്ര വലിയ ദുഃഖമാണെങ്കിൽ, എത്ര വലിയ കണ്ണുനീരിനെ തുടയ്ക്കാൻ കഴിയുന്നവൻ യേശു. കണ്ണീരെല്ലാം തുടയ്ക്കൂ, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കൂ, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ
യേശു വിളിക്കുന്നു. യേശുവേ, കർത്താവിന്റെ സ്നേഹം ഇന്നൊന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ തരുന്നു. യേശുവേ, ഇപ്പോൾ തന്നെ ഓരോ വ്യക്തികൾ അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയട്ടെ. അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയട്ടെ. കെട്ടിപ്പിടിക്കുന്നത് അനുഭവിച്ചറിയട്ടെ. എല്ലാ മുറിവുകളും ഉണങ്ങട്ടെ. മുൻപിലടച്ചു കുമ്പിടുന്നു ആ സ്നേഹത്തിന്റെ മുൻപാകെ. ഓ ജീവനുമെന്റെ സർവസ്വവും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തത എത്ര വലുതാ. കർത്താവ് ഒരു വർഷം മുഴുവനും നമ്മളെ നടത്തിക്കൊണ്ട് വന്നു. ഇന്ന് നിൽക്കുമ്പോൾ നമ്മളല്ല നല്ലത്, പക്ഷേ കർത്താവ് നല്ലതാ. നമ്മുടെ കർത്താവ് നല്ലതായതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും നല്ലത് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നത് നമ്മളുടെ മാനുഷികമായിട്ടുള്ള ഒരു സന്തോഷത്തിലുമല്ല, പക്ഷെ കർത്താവിൽ സന്തോഷിക്കാനായി പോവുകയാണ്. കർത്താവിൽ സന്തോഷിക്കാൻ എത്ര പേർ തയ്യാറാ? അത് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ദുഃഖങ്ങളുണ്ടെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും ഭയങ്കര സെലിബ്രേഷൻ ആണെങ്കിലും വേറൊരു സെലിബ്രേഷന്റെ കാര്യമല്ല, നമ്മൾ കർത്താവിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാ. എഫേസ്യ ലേഖനത്തിലെല്ലാം വായിക്കുന്ന ഒരു കാര്യമാണ്, തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, അതായത് ദൈവത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് കർത്താവിന്റെ മഹത്വത്തെ ഒന്ന് ഘോഷിക്കണ്ടേ? നമ്മൾ ഇന്ന് ഹല്ലേലൂയ എന്നൊക്കെ ചേർന്ന് പാടാൻ നേരത്ത് നമ്മൾ ദൂതന്മാരുടെ കൂടെ ചേർന്നാ പാടുന്ന.
സ്വർഗം മുഴുവനും നമ്മളുടെ ആരാധനയിൽ ഇന്ന് പങ്കെടുക്കുകയാ. ഇനിയെങ്കിലും നമുക്ക് കരങ്ങൾ അടിച്ചൊന്ന് സന്തോഷത്തോടെ കർത്താവിനെ ചേർന്ന് ആരാധിക്കാം. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിന്റെ മകളെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ മോദമോടെ. പ്രശംസയും എല്ലാ പുകഴ്ചയും യേശു, എല്ലാ സ്തുതികളും എല്ലാ മഹത്വം രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജൻ വാഴുമവൻ. യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമി
സകലരും ഈ ഭൂവിലെ വരും പാടിടുമേ. എല്ലാ സ്തുതികൾ എല്ലാ മഹത്വം യേശുവിന്. മൃത്യുഞ്ജയനം ആരാധ്യനായവൻ ദൈവപുത്രൻ. വീണ്ടും വരും അവൻ രാജാധിരാജൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ. പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ വരണ്ടവരെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഹോ ഹോ ഹല്ലേലൂയ. Ha 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 hallelujah. On the morning, ho 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 hallelujah. Ha 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 hallelujah. Chardamo. Ho 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 hallelujah. Ha 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 hallelujah. Hallelujah. Ho 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 hallelujah. Ha ha hallelujah. Ho 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 hallelujah. Ha 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 hallelujah. ഹല്ലേലൂയ. വർഷാവസാനം നമ്മളിവിടെ നിൽക്കുമ്പോൾ കർത്താവിന് ഏറ്റവും നല്ലൊരു സ്തുതി ഒന്ന് കൊടുത്താൽ, ഏറ്റവും നല്ലൊരു സ്തുതി കർത്താവിനൊന്ന് കൊടുത്തേ. പ്രൈസ് ജനറേഷന്റെ സ്തുതി ഇത്രേ ഉള്ളോ? കർത്താവ് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളോ? ഒന്നുകൂടെ ഒന്ന് കർത്താവിനൊന്ന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ. എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലായതിന. എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലായതിന. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. ആരാധ്യൻ
ജീവയാഗം ആരാധന, ജീവൻ തന്ന എൻ്റെ യേശുവേ, എൻ്റെ സ്നേഹം ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവേ, എൻ്റെ സ്നേഹമാണ് ആരാധന. ഇതിലും വിലയേറിയത്, ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിൻ ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹം. യേശു കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം, കുറച്ച് രക്തമല്ല നമുക്ക് വേണ്ടി പകർന്നു തന്നു, അവസാനത്തെ ഡ്രോപ്പ്, അവസാനത്തെ തുള്ളി രക്തം കർത്താവ് തന്നു. രക്തമില്ലാഞ്ഞിട്ട് അവസാനം തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയത്, ആ ഭടൻ കുത്തിയപ്പോൾ, കുന്തം കൊണ്ട് കുത്തിയപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയത് രക്തമില്ലാഞ്ഞിട്ട് വെള്ളം ഒഴുകി. തൻ്റെ അവസാനത്തെ എന്തെല്ലാമാണോ അതെല്ലാം യേശു തന്നു. അതുപോലെ നമ്മെ ഏൽപ്പിക്കാം. ഇനിമുള്ള നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഒഴിച്ചു വെക്കുന്നതാകട്ടെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, പേരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ മുഴുവനും കർത്താവിന് സമർപ്പിക്കുന്ന വ്യക്തികളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് നോക്കുക. ആ വിധവ കുറച്ചുകൾ നമുക്ക് എന്തോരം ഉണ്ടെന്നല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ ഹൃദയം എന്തോരം കർത്താവിന് കൊടുക്കുന്നു. മുഴുവനും വിധവയ്ക്ക് ആ 2 ചില്ലിക്കാശേ ഉള്ളൂ, പക്ഷേ താനത് മുഴുവനും കർത്താവിന് കൊടുത്തു. നമുക്ക് പക്ഷെ കൊടുക്കാനുള്ള ജീവനുള്ള യാഗമായി നമ്മെ ഒന്ന് കൊടുക്കാം, കർത്താവിൻ്റെ വേലയ്ക്കായി. കർത്താവ് എന്തെല്ലാം ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ, അതിനായി നമ്മെ സമർപ്പിക്കുക. ഇതൊരു നമ്മുടെ ഒരു ചടങ്ങായി ചെയ്യാതെ, ഒരു പാരമ്പര്യമായി ചെയ്യാതെ, ഈ വർഷാവസാനത്തിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ അടുത്ത വർഷം നമ്മളിങ്ങനെ പോകരുത്. നമ്മിലൂടെ അനേകർ വിടുവിക്കപ്പെടണം, അനേക നരകത്തിയിൽ കിടക്കുന്നവരെ വലിച്ചെടുക്കണം. ആ തീയിലേക്ക് ഇറങ്ങുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബിൻ്റെ യൂദയുടെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, തീയിലേക്ക് ഇറങ്ങി അനേകരെ വിടുവിക്കുക. നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ഇന്ന് ഹൃദയത്തിൽ നിന്നൊരു പൂർണ്ണമായൊരു തീരുമാനം, കർത്താവേ, ഇനി എനിക്കൊരു ജീവിതം കിട്ടിയ ഞാൻ അങ്ങേക്കായി തരാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ.
തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ 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 യേശുവേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മതി ഉണർവിന് കാരണം. ഇസബേലിൻ്റെ സമയത്ത് ഒരു ഏലിയാവിലൂടെയാണ് ആ ദേശത്ത് ഉണർവ് നടന്നത്. അതൊരു ചെറിയൊരു തിഷ്ബയിൽ ഒരു സ്ഥലത്തല്ല ഉണർവ് നടന്നത്, ഒരു രാജ്യത്തെ മുഴുവനും ഏലിയാവ് കർത്താവിലേക്ക് നയിച്ചു. അതുപോലെ ഒരു ഏലിയാവ് മതി,
ഒരു ദെബോര മതി. ഒരാള് ഇന്ന് വിചാരിച്ചാൽ, ഹൃദയപൂർവ്വം വിചാരിച്ചാൽ നമ്മുടെ ദേശത്തിന് മാത്രമല്ല ഈ ഭൂമിക്ക് ഉണർവ് കൊണ്ടുവരാൻ കഴിയും. ഇന്നാര് പറയും ആ വ്യക്തി ഞാനാണെന്ന്? ആ ശമൂവേൽ ഞാനാണെന്ന് ആര് പറയും? ആ ഏലീശ ഞാനാണെന്ന് ആര് പറയും? ആ പൗലോസ് ഞാനാണെന്ന് ആര് പറയും? ആ പത്രോസ് ഞാനാണെന്ന് ആര് പറയും? അപ്പോസ്തലന്മാരിലൂടെ നടന്നത് നമ്മിലൂടെ നടക്കും. ആ ജോൺ വെസ്ലി ഞാനാണെന്ന് ആര് പറയും? ഇവാൻ റോബർട്ട്സ് ഞാനാണെന്ന് ആര് പറയുമെന്ന്? ഇത് കർത്താവ് ചോദിക്കുവാണ്. ഉണർവിനായി കർത്താവ് ചോദിക്കുവാണ്. കർത്താവിനൊരൊറ്റ വ്യക്തിയെ മതി. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ. കർത്താവെ, ഈ സഭ ഈ അന്ത്യകാല ഉണർവിനായി അങ്ങ് കണ്ടതിനായി നന്ദി കർത്താവ്. അതിനകത്തെ ഓരോ കണ്ണികളാണല്ലോ, ആ ചങ്ങലയുടെ ഓരോ കണ്ണികളാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഒരു ചങ്ങലയുടെ ഒരു കണ്ണി പോയാൽ ആ ചങ്ങല പൊട്ടിപ്പോവും. ഓരോ കണ്ണിക്കും കർത്താവ് വില മതിപ്പ് കൊടുക്കുന്നുണ്ട്. കർത്താവ് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വിലയേറിയതാണ്. നമ്മൾ ഓരോരുത്തരും വിലയേറിയതാണ് ദൈവരാജ്യത്തിൽ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഓരോ അവയവങ്ങളാണ്. എല്ലാവരിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ പോവാം. ഇനി വരുന്ന വർഷം നമ്മളത് കാണാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കും? നമ്മൾ ഇത്രയും നാളും ജോസഫ് പാണ്ഡികശാലയിൽ നിറച്ചതുപോലെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി ലോകത്തിന് നമ്മൾ കൊടുക്കാൻ പോകുകയാണ്. ലോകത്തിൻ്റെ പട്ടിണിയെ നമ്മൾ മാറ്റാൻ പോകുകയാണ്. ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ നാം മായ്ക്കാൻ പോകുകയാണ്. ലോകത്തിൻ്റെ ജീവിതത്തെ, ഓരോ ജീവിതങ്ങളെ നാം ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പോകുക. സൗഖ്യം കൊടുക്കേണ്ടവരാണ് ഇവിടെ നിൽക്കുന്നത്. വിടുതൽ കൊടുക്കേണ്ടവരാണ് ഇവിടെ നിൽക്കുന്നത്. താങ്ക് യു ജീസസ്. അത് സ്വീകരിച്ചാട്ടെ. നിത്യജീവനെ കൊടുക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നത്. ചെറിയ ആൾക്കാരല്ല ഇവിടെ നിൽക്കുന്നത്. Shataramam Siaturaman Siatare. Orabakaturama Saturia.